ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സംഗീതാസ് ഫുഡ് ഗാലറി. നമുക്കിന്ന് മാംഗ്ലൂർ ബോണ്ട എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനെ ഗോലി ബജി എന്നാ പറയുക. ഇത് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില പൊടിയായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 2 പിഞ്ച് കായത്തിന്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ 1 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ആദ്യം മിക്സ് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇപ്പൊ തൈര് ചേർക്കുമ്പോൾ കുറച്ച് പുളിയുള്ള തൈര് വേണം കേട്ടോ ചേർക്കാൻ. തീരെ പുളിയില്ലാത്ത തൈരും ചേർക്കാൻ പാടില്ല. ചെറിയ പുളിപ്പുണ്ടെങ്കിലേ ഇതിന്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരികയുള്ളൂ. ഇനി ഇത് 2-3 മിനിറ്റ് സ്പൂണോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. ഇപ്പോൾ 1 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് തൈര് എനിക്ക് കറക്റ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് മതിയായിട്ടില്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. ഈ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പം അടുപ്പം മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം കൈയൊന്ന് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മാവെന്ന് കുറച്ച് മാവ് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ ഉരുളാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതൊക്കെ നല്ല റെഡ് കളർ വന്നിട്ടുണ്ട്. അടുപ്പ് ഹൈ ഫ്ലെയിമിൽ വെച്ചത് പെട്ടെന്ന് കരിഞ്ഞു പോവും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് 2 സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഇനി അടുത്ത ബാച്ച് നമുക്ക് ഇതേ രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ അടുത്ത ബാച്ച് ബോണ്ടയും റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഇതേ രീതിയിൽ തന്നെ എല്ലാ ബോണ്ടയും റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ മാംഗ്ലൂർ ബോണ്ട റെഡിയായി കഴിഞ്ഞു. ഇത് തേങ്ങാ ചട്നി ചേർത്ത് കഴിക്കാൻ വളരെ നല്ല കോമ്പിനേഷനാണ്. ഇപ്പം ഞാനിന്ന് മാംഗ്ലൂർ ബോണ്ടയുടെ കൂടെ കഴിക്കാൻ റെയിൽവേ ചട്നിയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതിന്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇത് 4 മണിക്ക് നല്ല ചൂട് ചായയോടൊപ്പം കഴിക്കാൻ വളരെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.